എന്നെന്നും ഞാൻ നിന്നടിമാ നിൻ വകയാം. എന്നാളും നീ എന്നാഥനാം എന്നുടെ ഏക ആശ്രയവും. എന്നെന്നും ഞാൻ നിന്നടിമാ നിൻ വകയാം. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സമയത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങി ഉണരുവാനും നല്ലൊരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിപ്പാനും സ്വർഗം തന്ന ഭാഗ്യത്തിനായിട്ട് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകിത്തരേണ്ടതിനായി അടിയനങ്ങയോട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ സമർപ്പിക്കുകയാ. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിക്കുകയാ. ഇന്നുവരെയും ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തിയ ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിൽ ഹല്ലേലൂയ ഞങ്ങൾക്ക് വരാമായിരിക്കുന്ന എല്ലാവിധ ആപത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, രോഗദുഃഖാദി പകർച്ചയാദി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ഞങ്ങൾക്കുള്ളവരെയും സൂക്ഷിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി നടത്തി ഞങ്ങളുടെ ആവശ്യമറിഞ്ഞ്, ആഗ്രഹമറിഞ്ഞ്, ഭാരമറിഞ്ഞ്, രോഗമറിഞ്ഞ്, വേദനയറിഞ്ഞ് ഞങ്ങളെ സഹായിച്ച ദൈവം അവിടുന്ന് ആകിയാൽ പിന്നെയും ബലമുള്ള കരങ്ങളിലോട്ട് അടിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങൾക്ക് ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ ഉപജീവനമാർഗ്ഗം, അവരുടെ പഠനം, അവരുടെ കർത്താവെ ഹല്ലേലൂയ അവരുടെ ഭാവി ജീവിതം, കർത്താവെ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവരായിരിക്കുന്ന ഇടം, അവർ ജോലി ചെയ്യുന്ന ഇടമെല്ലാം കർത്താപ്പച്ചൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൊച്ചു തലമുറകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം എല്ലാം കർത്താപ്പച്ചൻ്റെ ദാനമാണ്. നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുകയാ, സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ സ്വർഗ്ഗം ഞങ്ങളെയെല്ലാം കാത്തുകൊള്ളണമേ, സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവേ, അടിയങ്ങളെ പൊടിയോളം താഴ്ത്തി സമർപ്പിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കട്ടെ, സൗഖ്യത്തോടെ സമാധാനത്തോടെ കാത്തുകൊള്ളണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടണമേ, ജയത്തോടെ അവരെ നടത്തണേ. പ്രത്യേകിച്ച് കർത്താവേ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ കൊതിയോടെ കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ പഠനം എല്ലാം കർത്താവ് അറിയുന്നല്ലോ. കർത്താവ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വഴിവാതിൽ തുറന്നു കൊടുക്കണമേ കർത്താവേ. എൻ്റെ സ്വർഗ്ഗം മനസ്സിലും കരുണയുമുള്ള ദൈവമാണ്. ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ ഉപജീവനമാർഗ്ഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. എൻ്റെ സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറക്കണമേ കർത്താവേ. മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് നിൽപ്പാൻ അനുവദിക്കാതെ, ദൈവനാമം ദൂഷിക്കപ്പെടുവാൻ അനുവദിക്കാതെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അവരുടെ മനസ്സിലും കരുണയുമുള്ള ഒരു ദൈവം ഞങ്ങൾക്കുള്ളതോർത്ത് സ്തോത്രം. അപ്പാ, അങ്ങ് അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ, സർവ്വത്തിൻ്റെയും അധികാരി അവിടുന്ന്. സകലതും ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയതാ. എൻ്റെ സ്വർഗ്ഗം ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വിജയമാർഗ്ഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായം കഴിഞ്ഞ മക്കൾ ഹല്ലേലൂയ കർത്താവേ, ഇനിയും ഉണ്ടപ്പാ. 2-3 കുഞ്ഞുങ്ങളെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് തക്ക തുണി ഒരുക്കി അവരുടെ വിവാഹം നടക്കുവാൻ സഹായിച്ചാട്ട്. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെയും സ്വർഗ്ഗമൊരുക്കിയ ഹല്ലേലൂയ നല്ല തക്ക തുണയ്ക്കായി സ്തോത്രം. അവരുടെ വിവാഹത്തിനായി സ്തോത്രം. എല്ലാം നന്ദി പറയുന്നു, സ്തോത്രം. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി നന്ദി. ഒന്നിനും കുറവുകൂടാതെ കാനാവിലെ കല്യാണം പോലെ തുടർന്നുള്ള വിവാഹത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം മുന്നമേ ക്ഷണിക്കുക. സ്വർഗം സഹായിക്കണമേ. ഇന്നുവരെ അത്ഭുത അതിശയമായി നടത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും കർത്താവ് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നു. നല്ല തലമുറകൾ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട് കർത്താവ് ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് മാസം തികയോളം കൂടിയായിരിക്കണേ, സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ സമയം കടഭാരത്തിൻ്റെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. സകല ബുദ്ധിമുട്ടും പൂർണ്ണമായും തീർത്തു കൊടുക്കുവാൻ എൻ്റെ അപ്പച്ചൻ മതിയായ ദൈവമാകിയാൽ സ്തോത്രം. കർത്താവ് ഭവനമില്ലാത്ത കുഞ്ഞുങ്ങൾ, വാടക ഭവനങ്ങളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. അതാ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലചായ്പാൻ ഭവനമൊരുക്കുന്നവർക്ക് നന്ദി പറയുക. ഹല്ലേലൂയ കർത്താവ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗ്ഗം സ്വർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന മക്കളെയും ഓർക്കുന്നു. കഷ്ടനഷ്ടം കൂടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കരുതിയൊരുക്കി തൃപ്തിയോടെ ഓരോ നിമിഷവും അവരെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും വാഹനയാത്രയിലും വഴിയാത്രയിലും കൂടിയിരിക്കും. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ, ആപത്തപകളിൽ നിന്ന് വിടുവിച്ചുകൊള്ളണമേ. ശത്രു ആരെയും കാണില്ലേ, ദുഷ്ട പിശാച് തുടരുതേ. തിരുരക്തത്താൽ മുദ്ര വെച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. മുൻപും പിൻപും ഇടവും ബലവും ദൂതന്മാരാലല്ലേ മക്കളെയും കാവൽ ചെയ്യണം. പ്രത്യേകിച്ച് യാത്ര പോകുന്ന മക്കളുണ്ടപ്പാ, പൊന്നുകരം ചേർത്ത് പിടിച്ചോണേ, ആപത്തനത്ത് വിടുവിക്കണമേ. തക്ക സമയത്ത് കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ നിശ്ചസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു.
പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളുണ്ട്, കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളുണ്ട്. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും പുതുവർഷക്കാലം കൊടുത്തവരെ സഹായിക്കണേ കർത്താവെ. പ്രത്യേകിച്ച് കർത്താവ് ഞങ്ങളുടെ രോഗികളുമായി കടന്നു വരിക കർത്താവ്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ കർത്താവ്. തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവർ കർത്താവ്. പ്രത്യേകിച്ച് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ICUവിലും CCUവിലും വെന്റിലേറ്ററിലും കിടക്കുന്നവർ കർത്താവെ സഹായിക്കണേ. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ ജോൺ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. നാഥാ, പൂർണ്ണ സൗഖ്യം കൽപ്പിച്ചിരിക്കാൻ നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. തുടർന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഓരോ മക്കളെയും സൗഖ്യപ്പെടുത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹല്ലേലൂയ കർത്താവെ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവരുണ്ട്, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവരുണ്ട്, തൈറോയ്ഡ് ഉള്ളവർ, അലർജി ഉള്ളവർ, ആസ്മ രോഗമുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, എൻ്റെ കർത്താവ് കൈകാൽക്ക് ചലനമില്ലാത്തൊരു വീൽചെയറിലും കിടക്കയിലുമായിരിക്കുന്നവരെ ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിച്ച് തരിക. ശരീരമാസകലം അതിവേദനയാൽ ഭാരമുള്ളവർ, നീർക്കെട്ടുകളാൽ ഭാരമുള്ളവരുണ്ട് കർത്താവ്. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവ്. ചെവിയുടെ ഇൻഫെക്ഷനാൽ ഭാരപ്പെടുന്നൊരു കർത്താവ് അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥാ, നീ സൗഖ്യദായകനാ, മനസ്സലിവും കരുണയുമുള്ള ദൈവം. ആ സൗഖ്യം അവിടുത്തെ പക്കല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള സാക്ഷ്യം കരയറ്റുവാൻ ഓരോ മക്കളെയും സ്വർഗം സഹായിച്ചാണ് പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്ന കർത്താവ്. അങ്ങനെ ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും ഒന്നുപോലെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ സമർപ്പിക്കുന്നു. ഇത് വക്രതയും കോട്ടമുള്ള തലമുറയാ കർത്താവേ, വഷളത്വം നിറഞ്ഞ ലോകമാ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം കർത്താവ് സൂക്ഷിക്കണമേ. ആപത്ത് അപകടങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ചു കൊള്ളുമാറാണ്. ദുഷ്ടപിശാചിന് പിടിയിൽ അകപ്പെട്ടുവാൻ അനുവദിക്കല്ല. സ്വർഗ്ഗം വരെ കാത്തുകൊള്ളണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഭാവിയിൽ എത്തിച്ചേരണം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ലഭിക്കണം. കർത്താവരെ കാത്തുകൊള്ളണേ. പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ച് അനേകം പ്രിയപ്പെട്ടവരുണ്ട്. അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നു. രോഗികളെ ദുഃഖത്തിലെല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവ് കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം. വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിലെ ദൈവം ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം ഓരോ ഹൃദയത്തിലും നൽകി പ്രത്യാശയോടെ ജീവിപ്പാൻ കൃപ ചെയ്തേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കും. എല്ലാം അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കട്ടെ. അനാഥരെ വിധവകളെയും സമർപ്പിച്ചു. ഹല്ലേലൂയ, സ്വർഗം മാനിച്ചാട്ട്. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. സുവിശേഷ വേലകളെ, വേലക്കാരെ ഓർക്കുന്നു. ഹല്ലേലൂയ. ഭരണകർത്താക്കളെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കൃപയിൽ പൊതിനെ കൂടെ ഇരിക്കണമേ. ദൈവനാമം മഹത്വീകരിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം സ്തോത്രം.